ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്ന ചെടിയിലൊക്കെ പിടിച്ച് വലിച്ച് അതിൻ്റെ അടുത്തുനിന്ന് കുത്തും വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ചെടിയിൽ നല്ല മുള്ളുണ്ടായിരുന്നു കേട്ടോ. ആ മുള്ള് എൻ്റെ കൈക്കിട്ട് ഞാൻ കുത്തി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് വേദന എടുത്തു കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിതേ മുമ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം വീട് ഏകദേശം എത്താനായിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ വിസ്കി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിസ്കി എന്നൊന്ന് വിളിച്ചപ്പോഴേക്കും അവൻ നിശ്ചലനായി നിന്ന് എൻ്റെ മുഖത്തേക്ക് അവൻ്റെ മുന്തിരി കണ്ണുകൾ കൊണ്ട് നോക്കി. എനിക്ക് അവനെ പോയി കെട്ടിപ്പിടിച്ച് കൊടുക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ റോട്ടിൽ കൂടെ ഒരാളെ പോലും അവൻ വിടുന്നില്ല. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ആ വണ്ടീനെ വരെ പിടിച്ച് നിർത്തി അവൻ കുറയാണ്. ഇത് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ ഷോർട്ട് കട്ട് ചാടി അങ്ങോട്ടേക്ക് ചാടാൻ നോക്കുക. അപ്പം നോക്കുമ്പോൾ ഉണ്ട് മുറ്റത്ത് നമ്മുടെ മേമിയും നമ്മുടെ പൊന്നുണ്ണി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മുകളിലേക്ക് ചാടി ഞാൻ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വഴി കയറി ഞാൻ അവരുടെ മുറ്റത്ത് ഞാൻ എത്തും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വഴി അങ്ങ് ചാടി കയറുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കരിമ്പൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും മേമീൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് കരിമ്പ് എന്തായാലും ചോദിക്കണം. കാരണം നമുക്ക് കരിമ്പ് മോസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. കരിമ്പ് മോസ്റ്റ് ഇഷ്ടം മാത്രമല്ല നമുക്ക് മോസ്റ്റ് ഫേവറേറ്റും കൂടിയാണ് കേട്ടോ. മേമിക്ക് ഇതേ ട്യൂഷൻ ക്ലാസ്സൊക്കെ ഉണ്ട്. ഇപ്പോഴും മേമി ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പം ഇന്ന് മേമിക്ക് ലീവാണ്. അപ്പോഴാണ് മേമി നമ്മളോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആ ടൈമിൽ നമ്മൾ ഓടി വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ വന്നതിനൊരു മെയിൻ റീസൺ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുണ്ണീൻ്റെ കാല് വയ്യാതിരിക്കുകയാണ്. കൊച്ച് ഫുട്ബോൾ കളിച്ച് അവൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടി. അവൻ്റെ തമ്പ് ഒന്ന് മടിഞ്ഞു പോയി. അപ്പം ആകെ സീനായിട്ടിരിക്കുമായിരുന്നു. നമ്മളും ഞെട്ടിപ്പോയി. പിന്നെ നീരൊക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞു. അപ്പോൾ പൊട്ടലൊക്കെ ഇല്ലാന്ന് നമുക്ക് തീരുമാനമായി. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ പട്ടിക്കുട്ടന്മാർ നമ്മളെ നോക്കിയതേ ആരാന്ന് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുകയാണ്. വാവാറ്റ ഓടി ഇതേ അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ.